ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. അങ്ങനെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്നാണ് വചനം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥനയും വിലാപവും ഉപവാസവുമായിട്ടിരിക്കുന്ന ഒരു രാജാവും ജനവും, യഹോശാഫാത്തും ജനവും. ശത്രുക്കൾ അവരുടെ നേരെ വരികയാണ്. അദ്ദേഹം പറയണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ദൈവമേ എന്ന്. ദൈവാത്മാവ് ഇടപെട്ടു. ഉപവാസ പ്രാർത്ഥന ആരാധനയായി മാറി. പാട്ട് തുടങ്ങി, ആരാധന തുടങ്ങി. അന്ന് രാത്രി തന്നെ. പിറ്റേ ദിവസം രാവിലെ ഒരു യുദ്ധത്തിന് പോകുമ്പോഴും രാജാവ് ജനത്തോട് ആലോചിച്ചിട്ട് പാട്ട് പാടാൻ പറഞ്ഞു, ആരാധിക്കാൻ പറഞ്ഞു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഇടപെട്ടു, ശത്രുക്കൾ തോറ്റുപോയി. അപ്പോൾ ആരാധന വരണമെങ്കിൽ അതൊരു ജഡത്തിലുള്ള കാര്യമല്ല, പരിശുദ്ധാത്മാവ് സഹായിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നമ്മൾ പാടിയാൽ അത് വളരെ എഫക്റ്റീവാണ്. ആത്മമണ്ഡലത്തിൽ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നവർ ഭയപ്പെട്ടു പോകും. നമ്മളോട് വിരോധമായി വരുന്നവർ, നമ്മളോട് അന്യായം ചെയ്യാൻ വരുന്നവർ, നമ്മളോട് വ്യവഹരിക്കാൻ വരുന്നവർ തോറ്റുപോകും. ദൈവം അവരെ തോൽപ്പിക്കും.